അവിടെ നിന്ന് കൊണ്ടുവരാൻ കഴിയുന്ന മുഴുവൻ ആളുകളെയും തിരികെ കൊണ്ടുവന്നിട്ടുണ്ടോ ചൂരൽമലയിലേക്ക് അടക്കം? അതോ ഇനിയും അവിടെ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരുണ്ടോ? കുടുങ്ങിക്കിടക്കുന്നവരായ ആരുമില്ല. കുടുങ്ങിക്കിടക്കുന്ന, അതായത് ചില റിസോർട്ടുകളിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്നവരെ അടക്കം എത്തിച്ചിരുന്നു. ഇന്നലെ തന്നെ എത്തിച്ചിരുന്നു. ഇന്നലെ, അതായത് തകർന്ന വീടുകൾക്കകത്ത് തന്നെ ജീവൻ ശേഷിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അതായത് മിനിയാന്ന് രാത്രി ഉണ്ടായ ദുരന്തത്തിൽ ഇന്നലെ ഉച്ചവരെയും ആ നിലയിൽ ഉണ്ടായിരുന്ന ആളുകളെ കണ്ടെത്തുകയും അവരെ പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ, ഇപ്പോൾ ഞാൻ പറയുമ്പോൾ വേറൊന്നും വിചാരിക്കേണ്ട, അങ്ങനെ ജീവനോടെ ഇനി മണ്ണിനടിയിൽ ഒരാൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത. പിന്നെ നമുക്ക് വളരെ ദുഷ്കരമായ, മുണ്ടക്കൈ എന്ന് പറയുന്നത് എത്തിപ്പെടാൻ ദുഷ്കരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങൾ അവിടെ ഉള്ളപ്പോഴാണ് അവിടത്തേക്ക് ആദ്യത്തെ ഈ JCB വാഹനം എത്തുന്നത് തന്നെ. അതുപയോഗിച്ച് പെട്ടെന്ന് തന്നെ റോഡിലെ തടസ്സങ്ങളും മറ്റുമൊക്കെ നീക്കാൻ കഴിയും. ഇതുപോലെ ഹിറ്റാച്ചി പോലെയുള്ള യന്ത്രങ്ങൾ, എക്സ്കവേറ്ററുകളൊക്കെ കൂടുതലായി വന്നാൽ മാത്രമേ വളരെ പെട്ടെന്ന്, നമ്മൾ മറ്റിടങ്ങളിലൊക്കെ കണ്ടതുപോലെ വളരെ പെട്ടെന്ന് ഈ തെരച്ചിൽ പുരോഗമിക്കുകയുള്ളൂ. ഇന്ന് തിരച്ചിലിൻ്റെ ആദ്യഘട്ടം പൂർണ്ണമായും മാനുവലായിട്ടായിരുന്നു. അതായത് മനുഷ്യർക്ക് സാധിക്കുന്ന വിധത്തിൽ അവർക്ക് കയ്യിലുള്ള ആയുധങ്ങളും അതുപോലെ ഈ പാരകൾ, ഗ്യാസ് കട്ടറുകൾ, ഇതൊക്കെ ഉപയോഗിച്ച് അവശിഷ്ടങ്ങൾ മാറ്റുകയായിരുന്നു. ഈ എക്സ്കവേറ്ററുകൾ പോലെയുള്ള അതെന്തുകൊണ്ട് അങ്ങോട്ട് എത്തിക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. അവിടെ ഒരു പാലമില്ല. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നതേ ഉള്ളൂ. ബെയിലി പാലം നിർമ്മിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന യന്ത്ര സാമഗ്രികളായാലും ഈ പറഞ്ഞ എക്സ്കവേറ്റർ പോലെയുള്ള വാഹനങ്ങളായാലും അങ്ങോട്ടേക്ക് എത്തുകയുള്ളൂ എന്നൊരു സാഹചര്യമുണ്ട്. കുത്തൊഴുക്കുണ്ട്. അപ്പോൾ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട തടസ്സം. ഞാനവിടെ നിൽക്കുമ്പോൾ തന്നെ, ഞാൻ ചൂരൽമലയിൽ നിൽക്കുമ്പോൾ തന്നെ സൈന്യത്തിൻ്റെ അടക്കം ഈ ഇത്തരം മെഷീനുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന എക്സ്കവേറ്ററുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇറ്റാച്ചുകൾ എത്തിയിട്ടുണ്ട്. തമിഴ്നാട് സർക്കാരിൻ്റെ വകയായിട്ടുണ്ട്. അവയെല്ലാം തയ്യാറാണ്. അപ്പോൾ ഈ പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ഇവിടെ എത്തിക്കുക, മുണ്ടക്കൈയിൽ എത്തിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായ, ശ്രമകരമായ ഒരു കാര്യമാണ്. അതാണ് ഇനി ചെയ്യാനുള്ളത്. വരും ദിവസങ്ങളിൽ കുറെ കൂടി വേഗത്തിൽ ഇത്തരത്തിലുള്ള ഉപകരണങ്ങളുമായിട്ടുള്ള തെരച്ചിൽ നടക്കും. പിന്നെ നമുക്കവിടെ കാണാൻ കഴിയുന്നത്, ഓരോരുത്തരും ചൂണ്ടിക്കാണിച്ചതാ, ഇത് എൻ്റെ ബന്ധുവിൻ്റെ വീടാണ്, ആ വീട്ടിൽ ഇത്ര പേരാണ് ഉണ്ടായിരുന്നത്, ഇതാ ഇത് നോക്കൂ, ഇത് ഒരു വീടാണ് എന്ന് പറഞ്ഞ് കാണിച്ചു തരികയാണ്. ഒരു കാർ പോർച്ച് മാത്രം ഒരല്പം കാണുന്നുണ്ട്. ഒരു വീടും ഉണ്ടായിരുന്നു. ആ വീട് പൂർണ്ണമായും മണ്ണിനടിയിലായി പോയതാണ്. അവിടെ ഒരു അച്ഛനും അമ്മയും ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കുറേ പേർ മണ്ണിനടിയിലുണ്ട് എന്നാണ് പറയാൻ കഴിയുകയെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക്, അതായത് അവരുടെ ജീവിതം അറിയുന്ന ആളുകൾക്ക് ഇത് എൻ്റെ ബന്ധുവാണ്, ഇത് ഇന്ന ആളുടെ വീടാണ്, ഇത് സുദേവൻ്റെ വീടാണ്, ഇത് മുഹമ്മദ് നിസാറിൻ്റെ വീടാണ് എന്ന് പറയാൻ, അതായത് അവരെ സംബന്ധിച്ച് അവരുടെ ഉറ്റവർ, അവർക്ക് ഏറ്റവും അടുത്തറിയുന്ന ആളുകളാണ് ഒരു ദിവസം കൊണ്ട് ഇല്ലാതായിപ്പോയത് അല്ലെങ്കിൽ മണ്ണിനടിയിലായിപ്പോയത്. ആ വേദന കണ്ടു നിൽക്കുക എന്നുള്ളത് വലിയ വേദനയാണ്. ഇനി അത് ചോദിച്ചതുപോലെ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്ന നിലയിലുള്ള ആളുകളെ പുറത്തെത്തിക്കുക എന്ന ഒരു ദൗത്യമില്ല. മറിച്ച് ഈ മണ്ണിനകത്തു നിന്ന് എന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ പകുതി തകർന്ന ചില വീടുകളിൽ നിന്നൊക്കെ രക്ഷാപ്രവർത്തകർ സാധനങ്ങൾ വലിച്ച് പുറത്തിടുമ്പോൾ, ഇന്ന് ഞാൻ കണ്ട ഒരു കാഴ്ച, ഒരു തകർന്ന വീടാണ്, അതിനകത്ത് യാതൊന്നുമില്ല, എല്ലാം തകർന്നു കിടക്കുന്നു. അവിടെ നിന്ന് രക്ഷാപ്രവർത്തകർ മണ്ണിങ്ങനെ വലിച്ചു നീക്കുമ്പോൾ ഒരു കൊച്ചു ചോറ്റുപാത്രം ഉരുണ്ട് താഴേക്ക് വരികയാണ്, മണ്ണിലേക്ക് താഴേക്ക് വരികയാണ്. ആ കൊച്ചു ചോറ്റുപാത്രത്തിൻ്റെ ഉടമ സ്കൂളിൽ പോകുന്ന കുട്ടി, ആ കുഞ്ഞിപ്പോൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലുണ്ടോ അതോ മണ്ണിനടിയിലാണോ എന്ന് നമുക്കറിയില്ല. ആരുടെ ചോറ്റുപാത്രമാണെന്ന് അറിയില്ല. പക്ഷേ അത് കണ്ണ് നിൽക്കുമ്പോഴുള്ളൊരു വേദന എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത ഒന്നാണ്. ആ നിലയ്ക്ക് മണ്ണിനടിയിൽ പൂണ്ടുപോയ ജീവിതങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ രാത്രിയിലും ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മാധു.